مالي سواك ولا ألوي على أحدي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള കൂട്ടുകാര് ആരുടേതാണ്? ലോകത്ത് ഏറ്റവും മഹത്വമുള്ള കുടുംബം ആരുടേതാണ്? ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ ജന്മഭൂമി ആരുടേതാണ്? ലോകത്ത് ഏറ്റവും ബറക്കത്തുള്ള ശ്മശാനം, ഖബറിടം, റൗള ശരീഫ് ആരുടേതാണ്? ലോകത്തെ ഏറ്റവും മഹിളകളായ മഹിമയുള്ള ഭാര്യമാർ ആരുടേതാണ്? അങ്ങനെ എണ്ണുമ്പോൾ എല്ലാ വൈശിഷ്ട്യങ്ങളും എല്ലാ പുണ്യങ്ങളും എല്ലാ മഹത്വങ്ങളും തുടങ്ങുന്നത് ലോകേ ഗുരു പ്രവരർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകോത്തരം ചർച്ച ചെയ്യപ്പെടുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് നാം പറയേണ്ടത്? എത്ര പറഞ്ഞാണ് അവസാനിപ്പിക്കേണ്ടത്? അങ്ങനെ ഒന്നില്ല. എത്ര പറഞ്ഞു തുടങ്ങിയാലും തുടക്കങ്ങൾക്ക് ഒരു അവസാനമുണ്ട്. എന്നാൽ അവസാനമില്ലാത്ത ഒന്ന്, അതാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ, ഖറൻ എന്ന് പറയുന്ന പ്രദേശം യമനിലെ ഒരു ഭൂമികയാണ്, ഒരു ഗ്രാമമാണ് ഖറൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ബിസിനസ് ഒക്കെ നടക്കുന്ന ഒരു ചെറിയ കുഗ്രാമമാണ്. അവിടെ മരുഭൂമിയിൽ ഒരു ആട്ടിടയന് ജീവിച്ചിരുന്നു. എല്ലാ മനുഷ്യരും പറയും, എപ്പോഴും നാവിലിങ്ങനെ സ്വലാത്ത് ചൊല്ലി നടക്കുന്ന മുത്തുനബിയുടെ ആശിക ഇടയ്ക്കൊക്കെ പുറത്തു വരും. അത് കഴിഞ്ഞ് മരുഭൂമിയുടെ അകത്ത് ചെല്ലും. പുറത്തു വരുമ്പോ ആരെയാണ് അന്വേഷിക്കുന്നത്? ആരെ കാണാനാണ് പുറത്തു വരുന്നത്? അതാ പുറത്ത് കൂട്ടമായി നിൽക്കുന്ന സംഘത്തിന്റെ അടുത്ത് വന്ന് ഉവൈസ് ചോദിക്കുകയാണ്, ഹൽമിന് മദീന, നിങ്ങൾ മദീനയിൽ നിന്നാണോ? റസൂലുള്ളാഹിന്റെ നാട്ടിൽ നിന്നാണോ? റസൂലുള്ളാഹിനെ കണ്ടവരാണോ? അതാ പറയുന്ന അല്ല അല്ല. ആട്ടിടയനായ ഉവൈസിന് കർണി തിരിച്ചു വരേണ. സങ്കടപ്പെട്ടാണ് മടങ്ങി വരുന്നത്, കരഞ്ഞാണ് മടങ്ങി വരുന്നത്. പിന്നെ കുറെ നേരം ആ മരുഭൂമിയിൽ സ്വലാത്ത് ചൊല്ലി നടക്കുകയാ. അതാ കുറെ കഴിഞ്ഞ് വീണ്ടും വരുന്നു, സംഘത്തെ കാണുന്നു, ചോദിക്കുന്നു, മദീനയിൽ നിന്നാണോ? അതാ മദീനയിൽ നിന്നാണെന്ന് പറയുമ്പോ ഉവൈസ് കെട്ടിപ്പിടിക്കുകയാ, ആലിംഗനം ചെയ്യുകയാ, മാറോട് ചേർക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണല്ലേ, റസൂലുള്ളാഹിന്റെ നാട്ടിലുള്ളവരല്ലേ. എന്തൊരു നല്ല നാടാണ് മദീന. സറാപ്പാ ചമൻ ഹേ ദിയാരെ മദീന, ദവാമാ ശനാ ഹേ ബഹാരെ മദീന. മദീന എത്ര വർണ്ണിച്ചാലും പൂതി തീരാത്ത നാടാണ്. ആരെന്ത് പറഞ്ഞാലും അവസാനിക്കാത്ത നാട്. അല്ലാഹുവിന്റെ റസൂൽ അധിവസിക്കുന്ന നാട്. ആ മദീനയുടെ മണ്ണിന് മുത്തുനബിയെ അറിയാം.
മദീനയുടെ ഈത്തപ്പനകൾക്ക് മുത്തുനബിയെ പറയാനുണ്ട്. എന്ത് രസമാണ് മദീന, എത്ര കണ്ടാലും മതിവരവാത്ത നാടാണ് മദീന. ലോകത്ത് എത്രയെത്ര നാടുണ്ട്. ഉപ്പമാരെ, പ്രേമികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫായ മേനി വെക്കാൻ ഭാഗ്യം കിട്ടിയ നാടാണ് മദീനയിലെ മണ്ണ്. എന്ത് പറഞ്ഞാണ് മദീനയെ അവസാനിപ്പിക്കാൻ കഴിയുക? ബൈത്തി വ മിമ്പരി റൗളത്തുൻ മിൻ ദിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ നിന്നുള്ള തോപ്പാണ്. ഭൂമിയിലെ സ്വർഗം അറിയുമോ? അത് മദീനയാ. ഇമാമേ സമാനേ പാറവി തങ്ങൾ പറയുന്നത് അറിയുമോ? സമീമേ ഹോ മുഹമ്മദേ, ഈ ഭൂമി ലോകത്തെ വിലാസം മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമിയിൽ ചെയ്യുന്ന ദൗത്യം അറിയുമോ? മുഹമ്മദ് എന്ന ദൗത്യമാണ്. വ അഹമ്മദ് ആസമാനോമേ, ഈ ഭൗതിക ലോകം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ നടത്തുന്ന ദൗത്യമുണ്ട്. പാരത്രിക ലോകത്തൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിലെ മുത്ത് റസൂലുള്ളാഹിന്റെ വിളിപ്പേര് വാനലോകത്ത് റസൂൽ എന്ന് അറിയപ്പെടുന്നത് അഹ്മദ് എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാളും ഈ ഭൂമിയിലില്ലല്ലോ. അറിയുമോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത സ്വഹാബി അറിയുമോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മുഅദ്ദിനാണ് ബിലാൽ. റസൂലുള്ളാഹിന്റെ വിരഹം ബിലാൽ അറിയുകയാ. മദീന ശാന്തമാവുകയാ. ആർക്കും സംസാരമില്ലല്ലോ. മദീനയുടെ മണ്ണ് കരഞ്ഞതല്ലേ, സ്വഹാബികൾ ഒന്നടക്കം കരഞ്ഞതല്ലേ. വിരുമ്പിക്കൊണ്ടിരിക്കുന്ന മദീനാടെ മണ്ണിൽ ഒരു നിമിഷം പോലും മുഹബ്ബത്തിന്റെ കടലായ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലായ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ജീവിച്ച മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ശ്വാസമായി കണ്ടിരുന്ന റസൂലുള്ളാഹിന്റെ സംസാരം ഒരു നിമിഷ നേരം കേൾക്കാതിരിക്കുമ്പോൾ, കാതിന് സുഖമില്ലാതിരിക്കുന്ന റസൂലുള്ളാഹിനെ കാണാതിരിക്കുമ്പോ കണ്ണിന് സുഖമില്ലാതിരിക്കുന്ന സ്വഹാബത്ത്, അതാ മദീനയുടെ ഇരുട്ടിലതാ ബിലാൽ മദീന വിടുകയാ. ബാങ്ക് വിളിക്കാൻ ഇനി ബിലാലില്ലല്ലോ. മദീന ശാന്തമാണല്ലോ. അബൂബക്കർ തങ്ങൾ വന്നാ വിളിക്കുന്നത്, ബിലാലേ ഞാൻ കൊണ്ടുവന്നത്, ഞാൻ നിങ്ങളെ അടിമയിൽ നിന്ന് മോചിപ്പിച്ചത് അറിയൂലേ ബിലാലേ? മദീന വിടുന്ന ബിലാലിനോട് വേറെന്ത് പറയാനാ? മദീന വിടല്ലേ ബിലാലേ എന്ന് അബൂബക്കർ തങ്ങൾ പറയുമ്പോ, ഉപ്പമാരെ, റസൂലുള്ളാഹി തങ്ങളുടെ ബാങ്ക് കേൾക്കാനില്ലല്ലോ. എന്റെ ബാങ്കിന് അബൂന് പറയാൻ റസൂലുള്ളാഹില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ബാങ്ക് വിളിക്കാൻ ബിലാലിന് സാധ്യമല്ല. ബിലാൽ മദീന വിടുകയാ. കരഞ്ഞ് കരഞ്ഞ് ബിലാൽ മദീന വിടുകയാ. അതാ ഒരു രാത്രിയിലെ ബിലാൽ നാട് വിട്ട് ഉറങ്ങും നേരം കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, ബിലാലിന്റെ മനാവിൽ മുത്ത് റസൂലുള്ളാഹ് വന്ന് വിളിക്കണ. എന്ത് പറ്റി ബിലാലേ? എന്നോട് പിണക്കമാണോ? മടങ്ങൂലേ ബിലാലേ? മദീന പട്ടിണിയാകും ബിലാലേ, മടങ്ങണേ
ബിലാലേ, നിങ്ങളെ കാത്തിരിക്കുന്ന അബൂബക്കർ തങ്ങൾക്ക്, ഉമർ തങ്ങൾക്ക്, ഉസ്മാൻ തങ്ങൾക്ക്, അലിയാർ തങ്ങൾക്ക്, മദീനയിലെ സ്വഹാബികൾക്ക് പ്രതീക്ഷ നൽകാൻ, ആശ്വാസം നൽകാൻ, സമാധാനം നൽകാൻ മടങ്ങൂലേ ബിലാലേ? അതാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉറക്കം പോവുകയാ, ഇരിക്കുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അധിവസിക്കുന്ന മുറ്റത്ത് രണ്ടാമതായി ബാങ്ക് വിളിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ വന്നപ്പോ ബിലാൽ തങ്ങൾ അങ്ങ് ചെല്ലാണ്, മദീനയിൽ ബാങ്ക് വിളിക്കാൻ നിൽക്കാണ്. മഹാനവറുകൾ വെൽക്കം ചെയ്തിട്ട് അബൂബക്കർ തങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാ. ഞാൻ ചുരുക്കാണ്, അബൂബക്കർ കൂട്ടിക്കൊണ്ടുപോയിട്ട് ബാങ്ക് വിളിക്കാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് തികച്ചു പറയാൻ ബിലാൽ തങ്ങൾക്ക് കഴിഞ്ഞില്ല. അറിയുമോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ തളിർക്കുന്ന മുഹബ്ബത്തിന്റെ ലോകമായ സ്വഹാബികൾക്ക് മുത്ത് റസൂലുള്ളാഹി ഇല്ലാത്ത പരിസരത്ത് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. അവരനുഭവിച്ചതാ, അവര് കണ്ടതാ, അവരാസ്വദിച്ചതാ, അവർ കൂടെ നടന്നതാ ഹബീബ് റസൂലുള്ളാഹ്. അല്ലാഹുവേ, ബിലാൽ തങ്ങളെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോടുള്ള ഉപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യന് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്നാണ് നബിയെ അന്ത്യനാള്? ഈ ഭൂമി എന്നാണ് അവസാനിക്കുക? മുത്ത് റസൂലുള്ള പ്രതിവചിക്കുകയാണ്, ഏത് അമലാ നിന്റെ കൈവശമുള്ളത്? ഖബറുണ്ടല്ലോ, മഹ്ശറയുണ്ടല്ലോ, സിറാത്തുണ്ടല്ലോ, ഹിസാബുണ്ടല്ലോ. ഉപ്പമാരെ, ആ അറാബിക്ക് മറുപടിയില്ല. നിറകണ്ണുകളോടെ പ്രത്യാശയോടെ ഉറക്കെ പറയുകയാ, അനഹുബില്ലാഹി വറസൂലിഹി, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, എന്റെ കൈവശ പ്രതീക്ഷയായുള്ളത് എന്റെ കയ്യിൽ അമലറിയുമോ? ഒന്ന് മനസ്സിൽ ഏറ്റുവെക്കണേ, ഒന്ന് ഉറപ്പിക്കണേ. അതിനാണ് ഈ മജ്‌ലിസ് വെച്ചത്, അതിനാണ് തങ്ങൾ ഉസ്താദ് നിങ്ങളെ ക്ഷണിച്ചത്, അതിനാണ് ലക്ഷങ്ങൾ വരുന്ന ഈ സംഗമം ഒരുക്കിയത്. റസൂലുള്ളാഹിനെ ഈ മജ്‌ലിസ് കൊണ്ടൊന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് കിട്ടിയാൽ ആ റസൂലുള്ളാഹി തങ്ങൾക്ക് അനേകം അനേകം സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിനോട് സലാം പറയണം. ഒരൊറ്റ സലാമിനെങ്കിലും ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളൊന്ന് മറുപടി തന്നാൽ അതിനേക്കാൾ മഹിമയുള്ള ഒരു കാര്യവും വേറെയില്ല. ഈ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതാണ്? വജ്രമല്ല, രത്നമല്ല, മുത്തായ കരളായ ഹബീബ് റസൂലുള്ളാഹ്. മൗലാ വമശ്റബി വഹയാത്തി വഹബീബി വജന്നതി യാ റസൂലല്ലാഹ്. ഉപ്പമാരെ, ഈ റബീഉൽ അവ്വൽ കഴിയുന്നതിന്റെ മുമ്പെങ്കിലും ഒരു 10,000 സ്വലാത്ത് മദീനയിലേക്കൊന്ന് പറഞ്ഞയക്കണേ. നമ്മളെ മരിക്കുന്ന സമയത്തും റസൂലുള്ളാഹിന്റെ വിലാപ സമയത്തും
അവിടുത്തെ ശ്രവണപടത്തിൽ പുന്നാര മഹദി ആയിഷ ഉമ്മ കാതു വെച്ച് നോക്കണ ലോകേ പ്രവണർ ഹബീബ് റസൂലുള്ളാഹ് അവസാനം മന്ത്രിക്കുന്നത് എന്താ? റസൂലുള്ളാഹിന്റെ അവസാനത്തെ വാക്യേതാ? ചരിത്രത്തിലെല്ലാം അക്കമിട്ട് അടയാളപ്പെട്ട് കിടക്കുന്ന റസൂലുള്ളാഹ് തങ്ങളെ വിളിച്ചത് എന്നെയും നിങ്ങളെയുമാണേ ഉമ്മത്തി എന്ന മുത്ത് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ തെറ്റു ചെയ്യുമ്പോ, കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോ, കുറ്റം ചെയ്യുമ്പോ അതിൽ ഏറ്റവും കരയുന്നത് മുത്ത് റസൂലുള്ളാഹ്. ആ പേടി വേണേ. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്. നമ്മളെക്കാൾ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ വരാൻ റസൂലുള്ളാഹി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോകുന്ന സ്വർഗത്തില് റസൂലുള്ളാഹിന്റെ ഒപ്പമുണ്ടാകാൻ തങ്ങൾ നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണമെന്ന അതിന് തിരിച്ചു വരണേ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് തങ്ങൾ അവസാനമായി കൊടുക്കുന്ന മറുപടിയാ, ആറാവിന്റെ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയാ, മതി മോനെ അൻത മഅമൻ അഹ്ബബ്ത അൻത മഅമൻ അഹ്ബബ്ത കാന മഈ ഫിൽ ജന്ന. ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പം സ്വർഗവാസമുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ വാക്കാണ് കേട്ടോ. അതുകൊണ്ട് ഹൃദയത്തിലൊന്ന് ചേർത്ത് വെക്കണേ, സ്വലാത്ത് ചൊല്ലണേ, അവിടുത്തെ ജീവിതത്തിലേക്ക് വരണേ. 100% ആ റസൂലുള്ളാഹിന്റെ ലൈഫിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണേ. അബൂബക്കർ തങ്ങളെ ബറക്കത്തുകൊണ്ട്, ബിലാൽ തങ്ങളെ ബറക്കത്തുകൊണ്ട്, അനസ് തങ്ങളെ ബറക്കത്തുകൊണ്ട്, അലിയാർ തങ്ങളെ ബറക്കത്തുകൊണ്ട് തൗഫീഖ് തരണേ അല്ലാഹ്.